നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങനെ ഒന്ന് പാർക്ക് ചെയ്യാം. നേരെ പാർക്ക് ചെയ്യാതെ പില്ലറിന്റെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ ഫാബ്രിക് ഇൻസ്റ്റാളേഷൻ ആക്സറീസ് ഒക്കെ 304 സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഒരിക്കലും തുരുമ്പ് പിടിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അടിഭാഗത്ത് നമ്മളൊരു ഫൗണ്ടേഷൻ, ശരിക്കും ബിൽഡിങ്ങിന് ഫൗണ്ടേഷൻ ചെയ്യുന്ന പോലെ ഫൂട്ടിങ് ചെയ്ത് അതിന്റെ ഒരു കൗണ്ടർ വെയിറ്റ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വരും, അളവെടുക്കും, പോകും, സാധനം ഇവിടെ എത്തിക്കും. ഓക്കെ, എത്ര നാൾ കൊണ്ട് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റും? ഒരു 10-12 ദിവസം കൊണ്ട് നമുക്കിത് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓഡിറ്റോറിയംസ്, വാക്ക്വേകൾ, കോഫി ഷോപ്പുകൾ, ഇതൊക്കെ നമുക്ക് സ്റ്റോപ്പുകളൊക്കെ നല്ല സ്റ്റോപ്പുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീടുകൾ അനവധി കാണിച്ചിട്ടുണ്ട്. വീടുകൾ മാത്രം കാണിച്ചാൽ പോരാ, വീടുമായിട്ട് അനുബന്ധമായിട്ട് നിൽക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. അതിലൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാർ പോർച്ച്. സാധാരണ കൺസെപ്റ്റിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടുള്ള ഒരു കാർ പോർച്ച് നമ്മളത് കാണിക്കാൻ പോകുന്നു കേട്ടോ. ഒരുപാട് പ്രത്യേകതകളുള്ള, എന്ന് പറയുക, ഒരു വീടിൻ്റെ ഡിസൈനിനെയൊക്കെ അതുപോലെ തന്നെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് നമ്മുടെ കാർ പോർച്ച്. ഈ കാർ പോർച്ച് എന്ന് പറയുന്നത് ടെൻസൈൽ കാർ പോർച്ചാണ്. ടെൻസൈൽ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കാർ പോർച്ചാണ്. ഈ കാർ പോർച്ചിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയാം. കമോൺ എവരിബഡി, സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ അസീബ് ബ്രോ. ഇത് നമ്മളൊരു വെറൈറ്റി കാർ പോർച്ചാണ്. തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഒരുപാട് സ്ഥലം സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാർ പോർച്ചുള്ളത്. അപ്പോൾ ഈ സാധാരണ കാർ പോർച്ചുകൾ എന്ന് പറയുന്ന 4 പില്ലറുകൾക്ക് നടുവിൽ അല്ലെങ്കിൽ വീടോട് ചേർന്നിട്ട് ഒരു വലിയൊരു ഭാഗം അതിനുവേണ്ടി നഷ്ടപ്പെടും, കോൺക്രീറ്റ് ഒക്കെ ആയിട്ട് ചെയ്ത് നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് സിംഗിൾ പില്ലറയിലാണ് നമ്മുടെ ഈ ഒരു കാൻഡിലിവർ സ്റ്റൈലിലുള്ള കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വീടിന്റെ ഈ ഒരു കോർണർ ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതെ, ഇവിടെ മറ്റൊരു കാർ പോർച്ച് ഉണ്ട്, പക്ഷെ എന്നാലും അവർക്ക് ഒരു കാറും കൂടി നിർത്താനുള്ള ആവശ്യം വന്നപ്പോൾ ഈ ഒരു കോർണർ എങ്ങനെ പരിപൂർണ്ണമായിട്ട് യൂസ് ചെയ്യാന്നുള്ള ചിന്തയിൽ നിന്നാണ് അവർക്ക് ടെൻസൈൽ റൂഫിങ്ങിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. യെസ്, ഒരു വീടിന് ഇപ്പൊ സ്ഥലം വളരെ കുറവുള്ള ഒരു വീടാണെന്ന് വിചാരിക്കാം, മുറ്റം കുറവുള്ള ഒരു വീട്. അപ്പൊ ഇവിടെ ഒരു കാർ പോർച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൈഡ് കവറാവും, വെളിച്ചം, എയർ സർക്കുലേഷൻ എല്ലാം തടസ്സപ്പെടുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഇതൊന്നുമില്ല, ഇത് നമുക്ക് ആകെ ഒരു സിംഗിൾ പില്ലർ, അത് സീറോയിലാണ് സിംഗിൾ പില്ലർ വരുന്നത്. അത് മാത്രമാണ് നമുക്കുള്ളത്. പിന്നെ മുകളിലേക്ക് നമുക്ക് കവർ ചെയ്തിട്ട് ആയിട്ടാണ് ടോട്ടലി നിൽക്കുന്നത്. അതെ, ഇപ്പൊ ഈ ഒരു ഇടുങ്ങിയ സ്പേസിലാണ് ഈ കാർ പോർച്ച് ഉള്ളതെങ്കിൽ പോലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങനെ ഒന്ന് പാർക്ക് ചെയ്യാം. നേരെ പാർക്ക് ചെയ്യാതെ പില്ലറിന്റെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും ഇല്ല. യെസ്, അപ്പം ഈ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ടെൻസൈലാണ്. ടെൻസൈൽ ഫാബ്രിക് ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. നമ്മുടെ സ്റ്റേഡിയങ്ങള്, ഓഡിറ്റോറിയംസ്, സ്റ്റേഡിയംസ്, ഇപ്പോൾ ഖത്തർ വേൾഡ് കപ്പിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഞങ്ങളും ഒരുപാട് വീടുകളിൽ ഇത്തരം കാർ പോർച്ച് മാതൃകകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേറൊരു വകഭേദമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അസീം ബ്രോ, ഈ കാർ പോർച്ചിന്റെ ഈ മെറ്റീരിയലിന്റെ മറ്റ് സവിശേഷതകളെന്ന് പറയും. നമ്മളിത് ബെൽജിയം മേഡ് ആണ് ഇതിന്റെ ഫാബ്രിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. 10 വർഷം വാറണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളതിന്. 10 മുതൽ 20 വർഷം വരെ വാറണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രക്ചർ വരുന്നതൊക്കെ ടാറ്റ ബ്രാൻഡിൻ്റെതാണ്. ടാറ്റ ബ്രാൻഡിന്റെ മൈൽഡ് സ്റ്റീലാണ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒക്കെ ഗ്ലോബൽ മാർക്കറ്റിങ്ങിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഷീറ്റ് ഇടുന്നതിനേക്കാളും കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു കോസ്റ്റ്ലി, ആ ഒരു പ്രീമിയം ടച്ച് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇതിൻ്റെ ഫാബ്രിക് ഇൻസ്റ്റാളേഷൻ ആക്സറീസ് ഒക്കെ 304 സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഒരിക്കലും തുരുമ്പ് പിടിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ബ്ലേഡ് വരുന്നത്. അതെ, അതിൻ്റെ പ്ലേറ്റ് വന്നിട്ട് അതിൽ നെറ്റ് ബോൾട്ട് ചെയ്തിട്ടാണ് ഈ ഫാബ്രിക് ടൈറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കത് അഴിച്ചെടുക്കാൻ പറ്റും. വാഷിങ്ങിനോ എന്തിനെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് അഴിച്ചെടുക്കാൻ പറ്റും. എനിക്ക് വേറെ സംശയം, ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് ഇത് കാറ്റ് വരുമ്പോൾ, നല്ല കാറ്റുള്ള സ്ഥലത്താണ് ചെയ്യുന്നതെങ്കിൽ അതിന് ബുദ്ധിമുട്ടാവില്ല ഇതിന്റെ സ്ട്രക്ചർ? ഇല്ല, നമ്മൾ കൊച്ചി നേവിയിൽ വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. കടലിൽ നിന്ന് ഒരു 50 മീറ്റർ അകലെയാണ് അത് വരുന്നത്. അപ്പൊ നമ്മളെന്താന്ന് വെച്ചാൽ ഇതിന്റെ അടിഭാഗത്ത് നമ്മളൊരു ഫൗണ്ടേഷൻ, ശരിക്കും ബിൽഡിങ്ങിന് ഫൗണ്ടേഷൻ ചെയ്യുന്ന പോലെ ഫൂട്ടിങ് ചെയ്ത് അതിന്റെ ഒരു കൗണ്ടർ വെയിറ്റ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഡെഡ് ലോഡ് കുറവാണ്. പിന്നെ വരുന്നത് ഇതിന്റെ വിൻഡ് ലോഡാണ്. വിൻഡ് ലോഡ് ഇത് എടുത്ത് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പരമാവധി ഒരു കൗണ്ടർ വെയിറ്റ് അടിയിൽ കൊടുത്തിട്ട് ഇതിന്റെ എത്ര തിക്നെസ് ആണ് ഇതിന്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ കാൻഡിലിവറിന് ആവശ്യമായിട്ടുള്ള ആ ഒരു രൂപത്തിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സാധാരണ കണ്ടിട്ടുള്ള കാർ പോർച്ചുകളൊക്കെ ഇതേ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇതല്ലാതെ നമുക്ക് മറ്റ് വെറൈറ്റി ഡിസൈൻസ്? തീർച്ചയായിട്ടും നമുക്ക് കസ്റ്റമൈഡ് ആയിട്ട് ഡിസൈൻസുകൾ ചെയ്യാം. നമ്മളെ ഓഫീസിൽ 3D വരക്ക് അതിന് ഡിസൈൻ ചെയ്യാനായിട്ട് ടീംസ് ഉണ്ട്. നമ്മളൊരു ഒരു കസ്റ്റമർക്ക് നമുക്ക് പല വിധത്തിലുള്ള ഡിസൈൻസ് അവർക്ക് കൊടുത്തതിന് ശേഷം ആ കസ്റ്റമറാണ് തീരുമാനിക്കുന്നത്. ഇതിൽ കസ്റ്റമറും നമ്മളും കൂടി ഡിസ്കഷനിലൂടെയാണ് ഇവിടെ ഏത് ഡിസൈനാണ് വരേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്കൊരു കോർണറിലാണ്. അപ്പോൾ അവിടേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടൊരു ഡിസൈനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. കുറച്ച് ലോങ് വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് വേറെ ഡിസൈൻ പ്രിഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസൈൻസും കാര്യങ്ങളെല്ലാം ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയറിനോടും അവിടുത്തെ യൂസബിലിറ്റിയോടൊക്കെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് അതിന്റെ ഡിസൈൻസ് നമ്മൾ തീരുമാനിക്കാറ്. നിങ്ങൾ കാർ പോർച്ചുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ?
കാർ പോർച്ചുകൾക്ക് പുറമെ പിന്നെ സൺഷെയ്ഡുകൾ, ഇതിൻ്റെ സൺഷെയ്ഡുകൾ വരാറുണ്ട്. ചില കണ്ടംപററി വീടുകൾക്കൊക്കെ വെള്ളം സിറ്റൗട്ടിലേക്ക് അടിച്ചു കയറുന്ന പ്രശ്നം വരും. അപ്പോൾ ആ സമയത്ത് സൺഷെയ്ഡ് എക്സ്റ്റൻഷൻ വരും. അവിടെ വേറെ ഏത് സംഭവം ചെയ്താലും ആ വീട് ബോറാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയിൽ കിട്ടും എന്നുള്ള രൂപത്തിൽ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓഡിറ്റോറിയംസ്, വാക്ക്വേകൾ, കോഫി ഷോപ്പുകൾ, ഇതൊക്കെ നമുക്ക് ബസ് സ്റ്റോപ്പുകളൊക്കെ നല്ല ബസ് സ്റ്റോപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഇടവണ്ണ നമ്മൾ തൊട്ടടുത്ത പ്രദേശമാണ്. ചില ബസ് സ്റ്റോപ്പുകൾ ബസ് വരുന്നത് കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ചതുരപ്പെട്ടി പോലുള്ള പരമ്പരാഗത ലുക്കിൽ നിന്ന് മാറിയിട്ട് ഇത്രയും ഡിസൈനുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇരിക്കുന്ന സ്ഥലം നല്ല ഭംഗിയായിരിക്കും. അതെ, ഒരു ഗ്യാരേജ് സിസ്റ്റം അല്ല, ഒരു ഓപ്പൺ കൺസെപ്റ്റ് ആണ്. നമ്മളൊരു ലക്ഷറി വെഹിക്കിൾ വാങ്ങിയിട്ട് അതൊരു ഷട്ടറിന്റെ ഉള്ളിൽ മൂടി വെക്കുന്നതിന് പകരം ഓപ്പൺ ആയിട്ട് വീടിന്റെ ആ ഒരു ലുക്കിനോട് യോജിച്ച് നിൽക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. അതെ അതെ, നാലുപാടും മൂടിയിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ഗാരേജ് സെറ്റപ്പിലല്ല, ഓപ്പൺ രീതിയിലാണ്. അപ്പോഴും ആളുകൾ സംശയം ഉണ്ടാവും, ഇതിപ്പം മറ്റ് കാറ്റ്, മഴ, ഇതൊക്കെ അവിടെ ഇടുന്ന വണ്ടീനെ ബാധിക്കും. തീർച്ചയായിട്ടും നമ്മള് ഒരു യൂറോപ്യൻ കൺസെപ്റ്റ് ആണുള്ളത്. ഒരു യൂറോപ്യൻ കൺസെപ്റ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസിനെ നമ്മൾ കഴിഞ്ഞ പരമാവധി പിന്നെ സൊല്യൂഷൻ കൊടുക്കാൻ ആലോചിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു വാഹനം ഒരു 7 സീറ്റർ ആണ്, ഇപ്പോൾ ഇത് നിൽക്കുന്ന 7 സീറ്റർ ആണ്, വലിയൊരു വണ്ടിയാണ്. 7 സീറ്റർ ആണ്. അപ്പോൾ ഒരു 5 മീറ്റർ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ നീളം എന്ന് പറയുന്നത്. ഒരു ഇന്നോവ ഇത്തരത്തിലുള്ള നമ്മളൊരു 6 മീറ്ററാണ് ഇതിന്റെ പ്രൊജക്ഷൻ കൊടുക്കുക. അതായത് ഒരു 50 സെന്റിമീറ്റർ ബാക്കിലും 50 മുൻപിലും പ്രൊജക്ഷൻ കൊടുക്കും. ചെറിയ മഴക്കോ കാര്യങ്ങൾക്കോ ഒന്നും അതിലേക്ക് വെള്ളം വരില്ല. വീതി അതുപോലെ തന്നെ നമ്മൾ 4 മീറ്റർ കൊടുത്തിട്ടുള്ളൂ. 2 സംതിങ് ആയിരിക്കും ഇതിന്റെ വീതി വരുന്നത്. അതിന് 4 മീറ്ററോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല കാറ്റും മഴയും വന്നാൽ കുറച്ച് വെള്ളം ഉള്ളിലോട്ട് കയറും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു തുള്ളി പോലും വെള്ളം കയറാതിരിക്കണമെങ്കിൽ ഗ്യാരേജ് ചെയ്യൽ നിർബന്ധമാണ്. 4 സൈഡും മൂടി കെട്ടിയിട്ട് ആ രൂപത്തിൽ ചെയ്യൽ നിർബന്ധം. അപ്പോൾ ഒരു ഗ്യാരേജ് സിസ്റ്റം അല്ല, ഒരു ഓപ്പൺ കൺസെപ്റ്റുള്ള സിസ്റ്റം. ഓക്കെ. പിന്നെയും ആളുകൾക്ക് വീണ്ടും സംശയം ഉണ്ടാവും, ഇതിപ്പോൾ സിംഗിൾ പില്ലറിലാണ് നിൽക്കുന്നത്, മുൻപോട്ട് ഒരുപാട് സ്ഥലം ഇങ്ങനെ ഉന്തി നിൽക്കുന്ന രീതിയിലുള്ളൂ. ഇതിന്റെ മുകളിലോട്ട് കുറച്ച് കനമുള്ള വസ്തുക്കൾ, ഇപ്പോൾ തേങ്ങ അല്ലെങ്കിൽ മരക്കമ്പ് പോലുള്ള സംഭവങ്ങൾ ഒടിഞ്ഞു വീണാൽ ഇത് നേരെ വണ്ടിയുടെ മേലെ ഒന്നും സംഭവിക്കില്ല. ഒന്ന് പിന്നെ നമ്മൾ തെങ്ങിന്റെ ചോട്ടിൽ ഇത് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. വളാഞ്ചേരി ഒരു വർക്ക് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. പിന്നെ തെങ്ങിന്റെ ചോട്ടിൽ തന്നെയാണ്. തേങ്ങ വീണിട്ടുണ്ടോന്ന് അറിയില്ല, തേങ്ങ വീണാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഡാമേജ് വരാനുള്ള സാധ്യത, കൂർത്ത വസ്തുക്കൾ എന്തെങ്കിലും കുത്തിയിട്ട് കയറി കഴിഞ്ഞാൽ അത് കയറാനുള്ള സാധ്യത. ഇതിലിപ്പോൾ നമ്മൾ വാഷ് ചെയ്യാം. ഇത് നമുക്ക് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ആണ സമയത്ത് ഇടക്ക് പൊടിയും ചളിയൊക്കെ മുകളിലോട്ടാവും. ഈ മുകളിലോട്ടാവുന്ന പൊടിയും ചളിയും അടിയിലേക്ക് നമ്മളിത് കാണില്ല, കാരണം ഇത് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ്. അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് മുകൾ ഭാഗം വാഷ് ചെയ്തെടുക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ഇതിന്റെ മുകളിലൂടെ നടന്നിട്ടാണ് നമ്മളത് വാഷ് ചെയ്യാറുള്ളത്. അത്ര സ്ട്രെങ്ത് ഉണ്ട്. ചില സമയത്ത് നമ്മളിത് ടൈറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതിന്റെ നെറ്റ് ബോൾട്ട് പൊട്ടി പോകും. എന്നാലും ഫാബ്രിക്കിന് ഒന്നും സംഭവിക്കാതെ കിടക്കാറുണ്ട്. എത്ര വർഷമാണ് നമ്മൾ വാറണ്ടി പറയുന്നത്? ഇതിന് 10 വർഷമാണ് വാറണ്ടി. 10 വർഷം ഫാബ്രിക് വാറണ്ടി കൊടുക്കുന്നത്. എത്ര രൂപയാണ് ഇതിന് നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് ഇപ്പോൾ സൺഷെയ്ഡ് ലെവലിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1 lakh മുതലൊക്കെ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പില്ലറൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ ഇതിനിപ്പോൾ ഒരു 1.35, 1.40 ആ ഒരു റേഞ്ചിലാണ് നമ്മളൊരു സിംഗിൾ കാറിന് നിർത്താനുള്ളത് കൊടുക്കുന്നത്. ഒരു 2 കാർ നിർത്താനാണെങ്കിൽ നമ്മളൊരു 6 മീറ്റർ വീതിയും 6 മീറ്റർ പ്രൊജക്ഷനും കൊടുക്കും. ഇതിപ്പോ നമ്മളുള്ള ഒരു കാർ നിർത്താൻ, വലിയ കാർ നിർത്താനുള്ള അത്ര സ്ഥലമേ ഉള്ളൂ ഇവിടെ ഒരു ഗ്യാപ്പിൽ. നമ്മൾ സ്റ്റാറ്റസ് റൂഫിംഗ് എവിടെയൊക്കെ ഇത്തരം വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്? നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലും നമ്മൾ ഈ വർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണുള്ളത്. കേരളത്തിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇപ്പോൾ കന്യാകുമാരി, കോയമ്പത്തൂർ ഏരിയകളിലൊക്കെ നമ്മൾ വർക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ കേരളത്തിൽ മാത്രമാണെങ്കിലും ഇവിടുത്തെ കസ്റ്റമർ അവിടെ ചെന്നിട്ട് അവരുടെ പ്രോപ്പർട്ടിക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും നമ്മൾ എത്തി എന്ന് പറയാം. ഓക്കെ, കേരളത്തിലും തമിഴ്നാട്ടിലും ഇപ്പോൾ നമ്മൾ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാസം ശരാശരി 60ഓളം വർക്കുകൾ, 60-65 ആ റേഞ്ചിലുള്ള വർക്കുകൾ ഈസി ആയിട്ട് കഴിഞ്ഞ് പോകാറുണ്ട്. ഞങ്ങളും ഈ ഒരുപാട് വീടുകൾ കാണുന്നതുകൊണ്ടും ഒരുപാട് വീടുകൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ടും അതിനോട് സമീപമായിട്ട് ചേർന്ന് ഇതുപോലെ പോർച്ചും കാണാറുണ്ട്. അപ്പം ഇത് നമ്മൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു പുതിയൊരു മോഡേൺ രീതിയിലുള്ള ഒരു പോർച്ചാണ് കേട്ടോ. നിങ്ങൾ വരും, അളവെടുക്കും, പോകും, സാധനം ഇവിടെ എത്തിക്കും. ഓക്കെ, എത്ര നാൾ കൊണ്ട് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റും? ഒരു 10-12 ദിവസം കൊണ്ട് നമുക്കിത് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു മാസം പോലും ഒന്നും വേണ്ട. ഒരു മാസം ഒന്നും സെറ്റാണ്. അപ്പം വീട് പണി കഴിഞ്ഞു, പോർച്ച് റെഡി ആയില്ല, എന്നാൽ പാല് കാച്ചിങ് എത്തുകയും ചെയ്തു. പെട്ടെന്ന് പോർച്ച് വേണം, എന്നാൽ പിന്നെ പോർച്ച് ഇങ്ങനെ ആക്കാന്നുള്ളത് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. മാത്രമല്ല സ്ഥലപരിമിതി ഉള്ളവർക്ക്, ഒരു പോർച്ചിനുള്ള സ്ഥലമൊന്നുമില്ല, ഒരു കാറ് കയറാൻ പ്രയാസമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു മോഡലാണ് നമ്മുടെ ടെൻസൈൽ മോഡൽ റൂഫിംഗ് അല്ലെങ്കിൽ കാർ പോർച്ച് അല്ലേ. അപ്പോൾ വീടിന്റെ ഓണറോട് തന്നെ ചോദിക്കാം. ഫൈസൽ സാർ നമസ്കാരം. എങ്ങനെയാണ് സ്റ്റാറ്റസ് റൂഫിംഗിലേക്ക് എത്തിയത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോർച്ച് ഇവിടെ വേണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം? ഒന്നിൻ്റെ കൂടി ആവശ്യമുണ്ടായി. അപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഇവരെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അവരെ കോണ്ടാക്ട് ചെയ്തു, അവർ വന്നു,
പറഞ്ഞ ടൈമിന് തന്നെ അവർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് തന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. ചുരുങ്ങിയ ടൈം. നമുക്കിവിടെ സ്ഥലം കുറവാണ്. സ്ഥലം കുറവാണ്, പക്ഷേങ്കിൽ ഉള്ളത് നമുക്ക് ഉപയോഗിക്കാനും പറ്റണം. വണ്ടി ഇല്ലാത്ത ടൈമിനും എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അത് നമുക്ക് യൂട്ടിലൈസ്. സാധാരണ പോർച്ചിന്റെ പില്ലർ പോലെ ഒരു തടസ്സം തടസ്സം ഉണ്ടാവാറുണ്ട്. ഇത് അതൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞ ടൈമിന് തന്നെ എല്ലാം ഫിനിഷ് ചെയ്ത് തന്നു. സാറ്റിസ്ഫൈഡ്, ഹാപ്പി. അപ്പോൾ അസീം ഭായ് താങ്ക് യു. ഓക്കെ, പുതിയൊരു സംഭവം പരിചയപ്പെടുത്തിയത്. ഓക്കെ, താങ്ക്സ്. അപ്പം സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു, ബൈ.